Friends, welcome back to my class. This is the second part of the chapter Arithmetic Progression. So, first part we nth term concept discuss ഒരു AP nth term. So, nth term formula formula nth term of an AP an is equal to a plus n minus 1 into d. So, this is nth term formula. So, this formula derivation this വെച്ചിട്ട് ഒന്നോ രണ്ടോ questions ചെയ്തു. So, complete questions nth term related നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ third part ചെയ്യും. ഈ പാർട്ടിലും ഒരു കോൺസെപ്റ്റ് പറയും. സോ ഈ ചാപ്റ്ററിൽ രണ്ട് കോൺസെപ്റ്റ് ആണ് പഠിക്കാനുള്ളത്. അതിലൊരു കോൺസെപ്റ്റ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഒരു കോൺസെപ്റ്റ് പറയും. തേർഡ് പാർട്ടിൽ നമ്മൾ NCERT ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ബോർഡ് ക്വസ്റ്റ്യൻസും ഹോട്ട്സ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ തേർഡ് പാർട്ടിൽ ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ടു പാർട്സ് ഇസ് ജസ്റ്റ് കോൺസെപ്റ്റ്സ്. ഓക്കെ, സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ട് ഫോർമുല പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഇത് an is equal to a plus n minus 1 into d nth ടേം കണ്ടുപിടിക്കാൻ. പിന്നെ n is equal to ഈ ഫോർമുലയിൽ തന്നെ ഡിറൈവ് ചെയ്ത മറ്റൊരു ഫോർമുലയും കൂടി ഉണ്ടായിരുന്നു. n is equal to an minus a by d plus 1. സോ ഇങ്ങനെ ഒരു ഫോർമുലയും കൂടി നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഫോർമുലയും കൂടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്ന കോൺസെപ്റ്റ് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ AP. സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ AP. ഒരു APയുടെ ആദ്യത്തെ n ടേംസിന്റെ സമ്മ്, ലൈക്ക് ഒരു APന്റെ ആദ്യത്തെ 10 ടേംസോ 20 ടേംസിന്റെ ഒക്കെ സമ്മ്, ലൈക്ക് ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം പ്ലസ് അങ്ങനെ ഒരു 20 ടേംസ് മാനുവലി എല്ലാം കൂടി ആഡ് ചെയ്യുന്നതിന് പകരം ഇതെല്ലാം കൂടി ഒരു 20 ടേംസിന്റെ സമ്മ് ഒറ്റ സ്റ്റെപ്പിൽ കിട്ടുന്ന ഒരു ഫോർമുല. ഓക്കെ, അതിന് നമുക്ക് സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് അതിനൊരു ഫോർമുല, അല്ലെങ്കിൽ സം ഓഫ് ജനറലി പറയുകയാണെങ്കിൽ സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ ഒരു ഫോർമുലന്റെ ഡെറൈവേഷനിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ സം ഓഫ് ഫസ്റ്റ് n ടേംസിന്റെ ഡെറൈവേഷൻ പറയുന്നതിന് മുന്നേ നമുക്കൊരു മൂവി ഉണ്ടല്ലോ. ഈ സ്റ്റോറി നടക്കുന്നത് 1787 1787 ഒരു ക്ലാസ് റൂമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുട്ടികളെല്ലാം നല്ല ബോറടിച്ചിരിക്കുകയാണ്, ഒരുത്തൻ കിടന്ന് ഉറങ്ങുന്നുണ്ട്. സോ ഒബ്വിയസ്ലി നല്ല ബോറിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കണം ഇപ്പോൾ നടക്കുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ മാത്തമാറ്റിക്സ് ക്ലാസ്. ഈ കാണുന്ന കൊമ്പമീശക്കാരനാണ് നമ്മുടെ ടീച്ചർ. പുള്ളിക്ക് പഠിപ്പിക്കാനൊന്നും വലിയ താല്പര്യമില്ല, എപ്പോഴും വാച്ച് നോക്കിയിരിക്കും, എങ്ങനെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോകണം. അപ്പോൾ ഒരു ദിവസം കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാനായിട്ട് പുള്ളി കണ്ടെത്തിയൊരു വഴിയാണ്. പുള്ളി പറഞ്ഞു കുട്ടികളോട്, നിങ്ങളൊരു കാര്യം ചെയ്യും, 1 മുതൽ 100 വരെ അങ്ങ് കൂട്ടാൻ. ചെറിയ കുട്ടികളാണ്, 10 വയസ്സുള്ള കുട്ടികളാണ്. അവരോട് പറഞ്ഞു 1 മുതൽ 100 വരെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ കുട്ടികളെല്ലാവരും 1 മുതൽ 100 വരെ ആഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഒരുത്തൻ എഴുതി ചെന്നിട്ട് ടീച്ചറെ നേർക്ക് ചെന്നു. എന്നിട്ട് അവൻ ആ സ്ലേറ്റ് എടുത്ത് ടീച്ചറെ മുന്നിലേക്ക് ഇട്ടെടുത്തിട്ട് പറഞ്ഞു, സർ ഇതാ. എന്നിട്ട് അവൻ പോയിട്ട് ബെഞ്ചിലിരുന്നു. ബാക്കി സമയം അവൻ കിടന്നുറങ്ങി. സോ ടീച്ചറിന് ഒബ്വിയസ്ലി ചൂടാവും, ദേഷ്യം പിടിക്കുമല്ലോ. കാരണം അങ്ങനെ വൈകുന്നേരം വരെ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി കൊടുത്താണ്. അവൻ ആ വർക്ക് ചെയ്യാതെ അവിടെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങേക്ക് ദേഷ്യം പിടിക്കേണ്ടതാണ്. അവനെ തല്ലാനുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു ടീച്ചർ ഉണ്ടായിരുന്നത്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാ കുട്ടികളും 1 by 1 ആയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു. അങ്ങേര് ഏറ്റവും അടിയിരുന്ന് ആ പയ്യൻ വെച്ച സ്ലേറ്റ് എടുത്ത് നോക്കി. ആൻഡ് സർപ്രൈസിംഗ്ലി ദ ആൻസർ വാസ് കറക്റ്റ്. ഒരു നിമിഷത്തേക്ക് അയാൾ ഞെട്ടിപ്പോയി. കാരണം ആൻസർ 50-50 ഇത് കറക്റ്റ് ആയിരുന്നു. സാറിന് ഓൾറെഡി ആൻസർ അറിയായിരുന്നു. പക്ഷെ എങ്ങനെയായിരിക്കും അവനത് ചെയ്തത്? സോ എങ്ങനെയായിരിക്കും അവൻ ചെയ്തത്? അതാണ് നമ്മുടെ ഇന്നത്തെ കോൺസെപ്റ്റ്. ആ 1 to 100 വരെ ആ പയ്യൻ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ആഡ് ചെയ്തു. സോ എങ്ങനെയാണ് അവൻ അത് ചെയ്തതെന്നുള്ളതാണ് ഇന്നത്തെ കോൺസെപ്റ്റ്. ബട്ട് ആ കോൺസെപ്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോന്നറിയില്ല, 1781 ക്ലാസ് റൂമും 2019 വരെ ഉണ്ടായിരുന്നതിലുള്ള ക്ലാസ് റൂമും എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അല്ലേ. 4 ചുമരുകൾക്കുള്ളിൽ കുറച്ച് കുട്ടികൾ ഇരുന്നിട്ട് ഒരു ബ്ലാക്ക് ബോർഡ് ഉണ്ടാവും. സാർ ആ ബോർഡിന്റെ മേലെ എന്തൊക്കെയോ എഴുതും, എന്തൊക്കെയോ അല്ല സബ്ജക്റ്റ് എഴുതും. കുട്ടികൾ അത് നോക്കിയിട്ട് പറയും. ആൻസർ പറയുന്ന കുട്ടികൾക്ക് ഓക്കെ വെരി ഗുഡ്, ആൻസർ പറയാത്ത കുട്ടികളെ ചിലപ്പം കാറിന്റെ കയ്യിൽ ഇപ്പോഴും ആ വടിയുണ്ട്, പണ്ടും അങ്ങനത്തെ ഒരു വടി ഉണ്ടായിരുന്നു, ആ വടി കൊണ്ട് അടിക്കും. സോ 2019 വരെ ഇതിന് വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു. 2020 ഇപ്പൊ കോവിഡ് വന്നതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി. അങ്ങനെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് മാത്രം കുറച്ച് ടെക്നോളജി ഒക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയി. നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ക്ലാസ് വീഡിയോ ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്, ആനിമേറ്റഡ് വീഡിയോ ക്ലാസ്സസ് വരുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് വരുന്നുണ്ട്. സോ അങ്ങനെ ഒരു മാറ്റം വരാൻ ഈ കോവിഡ് കാരണം അങ്ങനെ ഒരു മാറ്റം വന്നു. ബാക്കി എല്ലാ കാര്യവും ചേഞ്ച് ആയി. നമ്മൾ പണ്ട് ഉപയോഗിക്കുന്ന ടൈപ്പിലുള്ള ഫോണല്ല, പണ്ട് ഉപയോഗിക്കുന്ന ടൈപ്പിലുള്ള കാറല്ല, എന്തൊക്കെ സാധനങ്ങളുണ്ടോ എല്ലാം ചേഞ്ച് ആയി എക്സെപ്റ്റ് ക്ലാസ് റൂം. ക്ലാസ് റൂം അന്നും അങ്ങനെ തന്നെ ആയിരുന്നു. ഇപ്പോൾ ക്ലാസ് റൂമിന് ഒരു ചേഞ്ച് വന്നു. കറക്റ്റ് അല്ലേ? ഓക്കെ, ബാക്ക് ടു ദ കോൺസെപ്റ്റ്. നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ വരാം. ആ പയ്യൻ എങ്ങനെയാണ് അത് ചെയ്തത് നമുക്ക് നോക്കാം. റൈറ്റ്, സോ നമുക്കിവിടെ ആഡ് ചെയ്യേണ്ടത് 1, 2, 3 എക്സെട്ര
97, 98, 99, 100. സോ ഈ ഒരു സീക്വൻസിനെയാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ലൈക്ക് 1 + 2 3, 3 + 3 6, 6 + 4 10. ഇതിങ്ങനെ ആഡ് ചെയ്ത് പോകണം, റൈറ്റ്? സോ ഈ പയ്യൻ ആഡ് ചെയ്തത് ഇങ്ങനെ ഓർഡറിലല്ല, പക്ഷേ 1 plus the last term 100 ആഡ് ചെയ്തു. സോ 1 and 100 ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരും 101, റൈറ്റ്? അതേപോലെ തന്നെ 2 and 99 ഇത് ആഡ് ചെയ്യുമ്പോഴും വരും 101, അല്ലെ? 99 + 2 എത്ര വരാം? 101. 3 and 98 ഇത് ആഡ് ചെയ്യുമ്പോഴും 101. സോ ഇതിലെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമിന്റെ സമ്മും സെക്കൻഡ് ടേമും സെക്കൻഡ് ലാസ്റ്റ് ടേമിന്റെ സമ്മും തേർഡ് ടേമും തേർഡ് ലാസ്റ്റ് ടേമിന്റെ സമ്മും ഇനി അങ്ങോട്ടുള്ള ഇതേ പാറ്റേണിൽ പോകുന്ന എല്ലാത്തിന്റെ സമ്മും 101, 101, 101 ആണെന്ന് മനസ്സിലായി. സോ ഹൗ മെനി 101 വിൽ ബി ദർ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര 101 ഇതിൻ്റെ അകത്ത് ഉണ്ടാവും? ഇത് കംപ്ലീറ്റ്ലി 100 ടേംസ് ഉണ്ട്. സോ ഈ ഇങ്ങനെ പെയർ ചെയ്ത് വരുന്നതുകൊണ്ട് 50 101 ഉണ്ടാവും. സോ ആൻസർ വിൽ ബി 50 × 101. സോ 5ഉം 101 മൾട്ടിപ്ലൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. 505 ആൻഡ് 50 ആയതുകൊണ്ട് ഒരു 0 കൂടി വരും. സോ 5050 50 50 ആണ് ആൻസർ. സോ ഇങ്ങനെയാണ് ആ പയ്യൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് സെക്കൻഡ്സിനുള്ളിൽ കിട്ടിയത് ഇങ്ങനെയാണ്. And this story is actually a true incident. ഇത് ശരിക്കും സംഭവിച്ചൊരു സംഭവമാണ്. ഇത് വെറുതെ ഒരു ആനിമേഷൻ പിക്ചർ ആയിട്ട് പറഞ്ഞതല്ല. ഈ പയ്യനാണ് വെറുതായിട്ട് കാൾ ഫെഡറിക് ഗോസ് എന്ന് പറഞ്ഞ ഒരു മാത്തമാറ്റീഷ്യൻ ആയി മാറിയത്, നമ്മുടെ അരിത്മെറ്റിക് പ്രോഗ്രഷന്റെ ഒക്കെ ഫാദർ. സോ കാൾ ഫെഡറിക് ഗോസിന്റെ ചൈൽഡ്ഹുഡിലെ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. നമ്മൾ കണ്ടത് സം ഓഫ് first 100 terms of a natural number, അല്ലെ? 1 മുതൽ 100 വരെയുള്ള നാച്ചുറൽ നമ്പറിന്റെ സം ആണ്. സോ അത് 50-50 എന്ന് കണ്ട് അതൊരു ഷോർട്ട് കട്ടിൽ ചെയ്ത്, റൈറ്റ്? സോ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിപ്പോ നാച്ചുറൽ നമ്പറിന്റെ സം ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചെങ്കിൽ നൗ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എൻ AP. അതിന് ഒരു ഫോർമുല, സം ഓഫ് n ടേംസിന് ഒരു ഫോർമുല നമ്മൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു AP എഴുതാം. ഓക്കെ, സോ ഒരു general AP എഴുതാം. ഓക്കെ, so AP is like the first term A ആണെന്ന് വിചാരിച്ചോ. സെക്കൻഡ് ടേം എന്തായിരുന്നു? APന്റെ സെക്കൻഡ് ടേം ഫസ്റ്റ് ടേമിനോട് ഒരു ഡിഫറൻസ് ആഡ് ചെയ്യും, കോമൺ ഡിഫറൻസ്. സോ സെക്കൻഡ് ടേം വിൽ ബി A + D. തേർഡ് ടേം A + 2D. ഇറ്റ് ഗോസ് ലൈക്ക് ദാറ്റ്, റൈറ്റ്? അങ്ങനെ ഇതിന്റെ ലാസ്റ്റ് ടേം, സോ ലാസ്റ്റ് ടേം എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് nth ടേം എന്ന് പറയാം. നമ്മളിപ്പോ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് സം ഓഫ് n ടേംസ് ആണ്, റൈറ്റ്? സം ഓഫ് n ടേംസ്. ഓക്കെ, സോ ഇത് സം ഓഫ് n ടേംസിന്റെ നൊട്ടേഷൻ ആണ് SN ഫോർ സം ഓഫ് n ടേംസ്. A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ nth ടേം, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇപ്രാവശ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് SN. സോ SN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ടേംസിന്റെ സം. സോ nth ടേം ലാസ്റ്റ് ടേം ആയല്ലോ, കാരണം ആകെ n ടേംസേ ഉള്ളൂ. സോ nth ടേം എന്താണ്? ലാസ്റ്റ് ടേം ആണ്. സോ നമുക്ക് ലാസ്റ്റ് ടേം തന്നെ പറയാം. ലാസ്റ്റ് ടേം A + n-1 × D. ഓക്കെ, സോ ഇതെല്ലാം കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇത് ആഡ് ചെയ്യാൻ ഒരു ഫോർമുലയിലേക്കാണ് പോകുന്നത്. സോ ഞാൻ ഒന്നുകൂടി ഇതേ ഇക്വേഷൻ തന്നെ ഒന്നും കൂടി ഇതിന്റെ താഴത്ത് എഴുതാണ്. SN again. ഓക്കെ, SN again എഴുതാൻ വേണ്ടി പോവാണ്. ബട്ട് ഈ പ്രാവശ്യം എഴുതുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഞാൻ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കാണ് എഴുതുന്നത്. മീൻസ് ഈ ടേം ഇവിടെ വെക്കും, അതിന്റെ അടുത്ത ടേം അതിന്റെ അടുത്ത പ്രാവശ്യം വെക്കും, ആ രീതിയിൽ എഴുതുന്നത്. ഓക്കെ, സോ ലാസ്റ്റ് ടേം ഫസ്റ്റിൽ എഴുതി A + n-1 × D പ്ലസ്. ഓക്കെ, സോ ഇതിന്റെ സെക്കൻഡ് ലാസ്റ്റ് ടേം മീൻസ് ലാസ്റ്റ് ടേമിന്റെ തൊട്ട് മുന്നത്തെ ടേം വിൽ ബി A + n-2 × D, റൈറ്റ്? അല്ലെ? A + n-1 × D ലാസ്റ്റ് ടേം. ഇതിന് തൊട്ട് മുന്നേ എന്തുണ്ടാവും? സോ D ഒന്ന് കുറവായിരിക്കുമല്ലോ, ലൈക്ക് ഇത് 2D, ഇതിന്ന് ഒന്ന് കുറഞ്ഞ് D ആയി. 2D എന്നുള്ളത് 1D ആയി. സോ A + n-1 D ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ n-1 ഒന്ന് കുറഞ്ഞ എത്ര വരാം? n-1 - 1 n-2. സോ ദാറ്റ്സ് വൈ ഹിയർ ഇറ്റ് ഇസ് A + n-2 × D, റൈറ്റ്? സോ അങ്ങനെ പോയി ലാസ്റ്റ് ടേം വരും A, അല്ലെ? ഫസ്റ്റ് ടേം ആണ് ഇവിടെ ലാസ്റ്റ് ടേം വരുന്നത്. ഇനി ഞാൻ ഈ രണ്ട് ഇക്വേഷൻസും കൂടി ആഡ് ചെയ്യാണ്. സോ ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ഇവിടെ SN ആഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 2SN വരും. അതേപോലെ ഇതിലെ ഫസ്റ്റ് ടേമും ഇതിലെ ഫസ്റ്റ് ടേമും മീൻസ് ഇതാണ് ഇതിലെ ഫസ്റ്റ് ടേം എങ്കിൽ ഇതാണ് ഇതിലെ ഫസ്റ്റ് ടേം. സോ ഇത് രണ്ടും കൂടിയാണ് ആഡ് ചെയ്യുന്നത്. സോ A + n-1 × D എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 2A + n-1 × D, റൈറ്റ്? സോ 2A + n-1 × D. ഇനി ഇതിലെ സെക്കൻഡ് ടേം ഇതാണ്, ഇതിലെ സെക്കൻഡ് ടേം ഇതുമാണ്, അല്ലെ? ഇത് ഫസ്റ്റ് ടേം ആയിരുന്നു. സോ A + D യും A + n-2 × D യും കൂടി ആഡ് ചെയ്യുമ്പോൾ
a plus a, that will be 2a plus ഇനി ഡിയും n minus 2 ഡിയും ആണ് ആഡ് ചെയ്യുന്നത്. സോ അത് ഇവിടെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. d plus n minus 2 into d. സോ d plus n minus 2 into d എന്ന് പറയുമ്പോൾ d കോമൺ ആയിട്ട് എടുക്കുന്ന സമയത്ത് n minus 2 plus 1, that will be n minus 1 into d, right? n minus 1 into d plus etc. plus ഇതും കൂടി ലാസ്റ്റ് ടേം കൂടി ആഡ് ചെയ്യുമ്പോൾ again 2a plus n minus 1 into d, right? സോ ഇവിടെ നേരത്തെ ചെയ്തൊരു മെത്തേഡിലായിരുന്നു. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആഡ് ചെയ്ത് 1ഉം 100ഉം ആഡ് ചെയ്ത് 101, 2ഉം 99ഉം ആഡ് ചെയ്ത് 101. സോ അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഈ ഫസ്റ്റ് ടേമും ഈ ലാസ്റ്റ് ടേമും തന്നെയാണ് ആഡ് ചെയ്തത്. അങ്ങനെ ആഡ് ചെയ്യാൻ വേണ്ടി ഇത് തിരിച്ചെഴുതി, ഇത് ഫുള്ള് ഇപ്പുറം വരുന്ന രീതിയിൽ എഴുതി. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും മീൻസ് ഇതന്നെ ലാസ്റ്റ് ടേം ഇത് ആഡ് ചെയ്ത് സെക്കൻഡ് ടേമും സെക്കൻഡ് ലാസ്റ്റ് ടേമും അതായത് ഇവിടെ ഉണ്ടാവുന്ന ടേം. സോ ഇങ്ങനെ ആഡ് ചെയ്ത് അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം 2sn is equal to 2a plus n minus 1 to d plus 2a plus n minus 1 to d plus 2a plus n minus 1 to d. ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ഉണ്ടാവും. എത്ര പ്രാവശ്യം ഉണ്ടാവും? ഇത് 1 2 3 അങ്ങനെ n ടേംസ് ആണല്ലോ ഉണ്ടാവുക. കാരണം n ടേംസിന്റെ സം ആണല്ലോ നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഇതും n ടേംസ് ഉണ്ടാവും, n ടൈംസ് ഉണ്ടാവും. 2a plus n minus 1 to d the same value. നേരത്തെ 101 റിപ്പീറ്റ് ആയ പോലെ 2a plus n minus 1 into d n times റിപ്പീറ്റ് ആവും. So we can say it is 2 times of Sn is equal to n times of 2a plus n minus 1 into d. So this is 2 times of Sn. നമുക്ക് വേണ്ടത് Sn ആണ്. Okay, sum of n terms. The sum of n terms ന്റെ ഡബിൾ ആണ്. So Sn വേണമെങ്കിൽ നമുക്ക് ഈ 2 ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലേക്ക് എടുക്കാം. So Sn is equal to n by 2 into 2a plus n minus 1 into d. So this is sum of n terms of an AP. So sum of n terms നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഫോർമുല ഇത്. നെക്സ്റ്റ് ഫോർമുല നമുക്ക് ഇവിടെ ഇപ്പോൾ n by 2 into 2a plus n minus 1 to d. ഇത് 2a എന്ന് പറഞ്ഞാൽ a plus n minus 1 to d ആണല്ലോ അല്ലേ? അത് a plus n minus 1 to d. So a plus n minus 1 to d എന്ന് പറഞ്ഞാൽ that is nth term or last term. Okay, so ഇങ്ങനെ ഒരു ഫോർമുലയും കൂടി നമുക്ക് മനസ്സിലാക്കി വെക്കാം. n by 2 into a plus L. So L is the last term. ഈ L ന്റെ സ്ഥാനത്ത് a plus n minus 1 to d രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് 2a plus n minus 1 to d വന്നത്. സോ ഈ ഫോർമുലയോ നമുക്ക് രണ്ട് ഫോർമുല ഓർമ്മിച്ച് വെക്കുക. സോ ഈ ഫോർമുല യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻ ലാസ്റ്റ് ടേം നമുക്ക് അറിയുന്ന സിറ്റുവേഷൻ ആണ് നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആണ് നമുക്ക് അറിയുന്നതെങ്കിൽ നമുക്ക് ഈ ഫോർമുലയും യൂസ് ചെയ്യാം. റൈറ്റ്, ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിന് ശേഷം ബാക്കി ഡീറ്റെയിൽഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള NCERT ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം. ഇതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. സോ ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി AP 5, 8, 11 etc. So 5, 8, 11 ഈ AP ന്റെ ആദ്യത്തെ 20 ടേംസിന്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ Sn is equal to the formula Sn equal to formula n by 2 into 2a plus n minus 1 to d. ഇതാണ് ഫോർമുല. സോ ഈ ഫോർമുലയിലേക്ക് നമുക്ക് വാല്യൂസ് എല്ലാം അപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് ടേം a is equal to 5, the common difference d is equal to 3 and n number of terms എത്ര ടേംസിന്റെ സം ആണ് കണ്ടുപിടിക്കേണ്ടത്, that is equal to 20. Okay, so അതെല്ലാം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. So n by 2 into 2a plus n minus 1 to d, that means 20 by 2 into 2 into 5 plus 20 minus 1 into 3. Okay, so 20 by 2 which is 10 plus 2 into 5 10 plus 20 minus 1 19 into 3, so 19 into 3 57 plus 10 57 plus 10 67 into പുറത്തൊരു 10 കൂടി ഉണ്ട്. So 670 is the answer. Okay, so 5, 8, 11 etc up to അങ്ങനെ 20 ടേംസിന്റെ സം എടുക്കുകയാണെങ്കിൽ the answer will be 670. Right. In NCERT second exercise fourth question ആണ്. The question is how many terms of the AP 9, 17, 25 etc must be taken to get the sum of 636. So ഈ AP ലെ 9, 17, 25 ഈ AP ലെ എത്ര ടേംസ് നമ്പർ ഓഫ് ടേംസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, എത്ര ടേംസ് ആഡ് ചെയ്യുമ്പോഴാണ് 636 എന്ന് പറഞ്ഞൊരു സം കിട്ടുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ സം ഓഫ് n ടേംസിന്റെ ഫോർമുലയിൽ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നത്. സോ സം ഓഫ് n ടേംസ് ഫോർമുല n by 2 into 2a plus n minus 1 into d ഫോർമുല നിങ്ങൾക്ക് അറിയാം. സോ ഈ ഫോർമുലയിൽ നമ്മൾ Sn നമുക്കറിയാം. ഇവിടെ സം ഓഫ് n ടേംസ് Sn is equal to 636 തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് n ആണ്, നമ്പർ ഓഫ് ടേംസ് ആണ്. a തന്നിട്ടുണ്ട്, a is equal to 9
Okay, a is equal to 9 തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് നമുക്ക് മനസ്സിലായി, കോമൺ ഡിഫറൻസ് 8 ആണുള്ളത്. ഓക്കെ, സോ ഡിഫറൻസ് ഇവിടെ 8 ആണ്, സോറി 9 17, സോ 8 ആണ് കോമൺ ഡിഫറൻസ് നമുക്ക് മനസ്സിലായി. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് n ആണ്. സോ എസ് എന്നിന്റെ ഫോർമുലയിൽ നമ്മൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് n കാൽക്കുലേറ്റ് ചെയ്യുക. സോ എസ് എൻ ഇസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ 6, സോ ഫോർമുല ഇവിടെ ഉണ്ട്, റൈറ്റ്? 636 is equal to, okay, n by 2 into ഈ n ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, n by 2 into, okay, n by 2 into 2a plus n minus 1 into d. So 2a means 2 into 9, which is 18, 2a plus n minus 1 into d, which is equal to 8. Right. So ഈ ഒരു ഇക്വേഷൻ 636 is equal n by 2 into 18 plus n minus 1 into d. So ഈ ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്ത് n ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ n ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ ബ്രാക്കറ്റിനകത്തുള്ളത് സിംപ്ലിഫൈ ചെയ്യാം. സോ എന്താ സിംപ്ലിഫൈ ചെയ്യാനുള്ളത്? ഈ 8 ബ്രാക്കറ്റിന്റെ അകത്തേക്ക് ഇൻറ്റു ചെയ്യണം. സോ 8 ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ ഇവിടെ 8 വരും, ഇവിടെ 8n വരും. സോ 18 plus 8n minus 8 വരും, റൈറ്റ്? സോ n by 2 into, in bracket, 18 plus 8n minus 8, right? Here it will be 636 itself, right? Okay, so ഇവിടെ 18 minus 8, 18 ന്ന് 8 പോയാൽ ബാക്കി 10 വരും. സോ 10 plus 8n ആണ് ഇവിടെ ബാക്കി ഉണ്ടാവുക. ബാക്കി സംഭവങ്ങളെല്ലാം സെയിം തന്നെ. സോ 636 is equal to n by 2 into 18 minus 8, which is 10 plus 8n, right? Okay, so 10 8n ഇതിൽ രണ്ടിലും 2 കോമൺ ആയതുകൊണ്ട്, ഇതിപ്പോൾ രണ്ടും ഈവൺ നമ്പർ ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന്റെ ഇതേപോലത്തെ ടേംസ് രണ്ടും ഈവൺ നമ്പർ ആയതുകൊണ്ട് 2 കോമൺ ആണ്. ഓക്കെ, ഓഡ് നമ്പർ ആണെങ്കിൽ ഈ പറഞ്ഞ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, സ്റ്റെപ്പ് ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. ഇതിപ്പോൾ ഈ രണ്ടും ഈവൺ നമ്പർ ആയതുകൊണ്ട് 2 രണ്ടും കോമൺ ആയിട്ട് എടുക്കുക. ഇവിടെ നിന്ന് 2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 5 ഉണ്ടാവും, 8 നിന്ന് 2 എടുത്തു കഴിഞ്ഞാൽ അവിടെ 4 ഉണ്ടാവും, റൈറ്റ്? സോ 2 കോമൺ ആയിട്ട് എടുത്ത് പുറത്തൊരു n by 2 ഉണ്ട്, അതിൻ്റെ അടുത്തേക്ക് ഈ 2 എടുത്ത്, സോ അങ്ങനെ 2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരും 5 plus 4n, right? This side again 636. So this 2 and 2 will be cancelled. Okay, so അഥവാ നിങ്ങൾക്ക് 2 എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ ഈ 2 നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കാം. സോ ബൈ 2 ഇവിടെ വരുമ്പോൾ ഇൻറ്റു 2 വരും. ഓക്കെ, ഇപ്പോൾ ഇവിടുന്ന് 2 കോമൺ ആയിട്ട് എടുത്തുകൊണ്ട് ഈ രണ്ട് 2 ക്യാൻസൽ ആയി പോയി. ക്യാൻസൽ ആയി പോയിട്ടില്ലെങ്കിൽ ഈ 2 ഇപ്പുറത്തേക്ക് എടുക്കേണ്ടി വരുമായിരുന്നു. സോ 636 equal to n plus 5n into 5 plus 4n. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് n ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ് മീൻസ് 636 is equal to 5n plus 4n square, or 636 റൈറ്റ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ 4n square plus 5n minus 636 is equal to 0. Right, 4n square plus 5n minus 636 equal to 0. 636 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുത്താണ്. ഇവിടെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സോൾവ് ചെയ്താൽ നമുക്ക് n ന്റെ വാല്യൂ കിട്ടും. സോ അതാണ് നമ്പർ ഓഫ് അത്രയും ടേംസ് ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അത്രയും ടേംസ് ആഡ് ചെയ്യുമ്പോഴായിരിക്കും 636 സം കിട്ടുന്നത്. ഓക്കെ, സോ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, സം ഓഫ് n ടേംസ് തന്നിട്ട് സം ഓഫ് n ടേംസ് വന്നിട്ട് n എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എത്ര ടേംസ് ആഡ് ചെയ്താലാണ് കിട്ടുക, അങ്ങനെ n എത്രയാണെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും നിങ്ങളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെത്തും. അഥവാ നിങ്ങൾക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിൽ എവിടെയും മിസ്റ്റേക്ക് ഉണ്ടാവും. സോ സം ഓഫ് n ടേംസിന് യു വിൽ ഓൾവേസ് റീച്ച് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. n സ്ക്വയർ ഉള്ള ഒരു ഇക്വേഷനിലേക്ക് എത്തും, വിച്ച് വിൽ ബി ക്വാഡ്രാറ്റിക്, റൈറ്റ്? സോ ഇനി നമുക്കിത് സോൾവ് ചെയ്യണം. സോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇക്വേഷൻ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഇക്വേഷൻ വിച്ച് വാസ് x is equal to minus b plus or minus root of b square minus 4ac by 2a. നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്യാം. അല്ലാതെ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമോ അല്ലോ ഫാക്ടറൈസ് ചെയ്യുമ്പോഴോ കുറച്ച് വലുതായിരിക്കും, കാരണം ഈ വാല്യൂ ഒക്കെ കുറച്ച് വലുതായതുകൊണ്ട് വി വിൽ ഗോ ഫോർ എ ക്വാഡ്രാറ്റിക് ഫോർമുല. ഓക്കെ, സോ ഇവിടെ n is equal to minus b plus or minus means minus 5 plus or minus root of b square minus 4ac, minus 5 plus or minus root of b square minus 4ac. So b square means 25 minus 4ac. So 4 into 4, for a ഇവിടെ 4 ആണല്ലോ അല്ലേ, 4a, 4 into 4 16, 16 into minus 36. So plus വരും 16 into 636 whole divided by 2a means 2 into 4, which is 8, right? So
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബി സ്ക്വയർ മൈനസ് 4ac ഇവിടെ ബി സ്ക്വയർ മൈനസ് 4ac മൈനസ് ഇവിടെ പ്ലസ് ആവാൻ കാരണം ഇവിടെ ഒരു നെഗറ്റീവ് കൂടി വന്നു, സിയും കൂടി നെഗറ്റീവ് വന്നു. സോ ആ രണ്ട് നെഗറ്റീവ് കൂടിയാണ് ഇവിടെ പ്ലസ് ആയത്. റൈറ്റ്. സോ -5 പ്ലസ് ഓർ മൈനസ് ഇനി 25 പ്ലസ് 16 into 636 which is 10176, right? 10176. Okay, 16 into 636 ആണ്. പ്ലസ് ഇവിടെ 25 ഉണ്ട് ഡിവൈഡഡ് ബൈ 8. ഓക്കെ, വേറെ ഒന്നും ചെയ്തില്ല, 16 into 636 ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വരും -5 പ്ലസ് ഓർ മൈനസ് 1 രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10201 ഹോൾ ഡിവൈഡഡ് ബൈ, ഓക്കെ ഡിവൈഡഡ് ബൈ എഴുതുമ്പോഴാണ് പെന്ന് എഴുത്ത് പിടിക്കേണ്ടത്. ഓക്കെ, ഡിവൈഡഡ് ബൈ 8, 2a is equal to 8. -5 correct അല്ലേ, minus b. Okay, right. So in square root of 1021 which is 101. So -5 plus or minus 101 by 8. Right. So -5 minus 101 ഉണ്ട്, -5 plus 101 ഉണ്ട്. -5 minus 101 minus 106 വരും which is a negative value. So n ഇവിടെ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. നമ്പർ ഓഫ് ടേംസ് നെഗറ്റീവ് ആവില്ലല്ലോ. നമ്പർ ഓഫ് ടേം നമുക്ക് എണ്ണാൻ പറ്റുന്ന നമ്പർ ആയിരിക്കണല്ലോ. സോ നാച്ചുറൽ നമ്പർ ആയിരിക്കുമല്ലോ. സോ -5 minus 101 ചെയ്യുന്നില്ല, -5 plus 101 മാത്രമേ ചെയ്യുന്നുള്ളൂ which is 96 by 8. ഓക്കെ, 2a പറഞ്ഞാൽ 8 എന്നല്ലേ. ഓക്കെ, a ന്റെ വാല്യൂ സോറി by 18 കാരണം 2a അല്ലേ, ഞാൻ അറിയാതെ a എടുത്തത്. ഓക്കെ സോറി, എ ഇവിടെ 4 എണ്ണ അല്ലേ, ഞാൻ ഇവിടെ തന്ന എ എടുത്തു പോയി. ഇത് AP-ന്റെ എ ആണ്, ക്വാഡ്രാറ്റിക് ഫോർമുലന്റെ എ 4 തന്നെ. സോ വീണ്ടും കറക്റ്റ് ചെയ്യാണ്, 2a പറഞ്ഞാൽ 8. റൈറ്റ്. സോ 96 by 8 which is equal to 12. റൈറ്റ്. സോ 12 ടേംസിന്റെ സം ആണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, ഈ AP ഇങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ 12 ടേംസിന്റെ സം ആണ് 636 വരാനുള്ളത്. വിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So next question, sum of n terms of an AP is given by 4n minus n square, then find the AP. So ഇവിടെ AP ന്റെ n ടേംസിന്റെ സമ്മിന് ഒരു എക്സ്പ്രഷൻ ആ തന്നത് 4n minus n square ആണ് എക്സ്പ്രഷൻ. അങ്ങനെയാണെങ്കിൽ AP ഫൈൻഡ് ഔട്ട് ചെയ്യാൻ, AP ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ AP ന്റെ ആദ്യത്തെ 3 ടേം എഴുതിയാൽ മതി. മീൻസ് നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും അറിയെങ്കിൽ നമുക്ക് AP ന്റെ 3 ടേമോ 4 ടേമോ എത്ര ടേമോ ആണെങ്കിലും എഴുതാം. സോ 4n minus n square. ഇവിടെ നമ്മൾ വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സം ഓഫ് n ടേംസ് തന്നിരിക്കുന്നത് 4n minus n square. സോ n ന്റെ ഒരു ക്വാഡ്രാറ്റിക്കിലാണ് തന്നത്. സോ n സ്ക്വയർ വന്നില്ലേ. സോ ഇതൊരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ആണ്. സോ സം ഓഫ് n ടേംസിൻ എപ്പോഴും n ന്റെ ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനും nth ടേം എപ്പോഴും n ന്റെ ഒരു ലീനിയർ എക്സ്പ്രഷനും ആയിരിക്കും. റൈറ്റ്. സോ ഈ 4n minus n square തന്നിട്ടുണ്ട്, ഇത് സം ഓഫ് n ടേംസ്. ഇതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. റൈറ്റ്. സോ സം ഓഫ് n ടേംസ് എന്ന് പറഞ്ഞാൽ n ടേംസിന്റെ അത് n ന്റെ ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ തന്നു. ഇപ്പോൾ ഇതിന്റെ അത് നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സം ഓഫ് 1 ടേം. സോ സം ഓഫ് 1 ടേം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേമിന്റെ സം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം തന്നെ. സോ 2 ടേം ഉണ്ടെങ്കിലല്ലേ നമുക്ക് കൂട്ടാൻ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A1 തന്നെയാണ് കിട്ടുക. അതായത് Sn is equal to 4n minus n square എന്ന് പറഞ്ഞ ഈ എക്സ്പ്രഷനിൽ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ S1 നമുക്ക് എന്താ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ S1 ഉം A1 ഉം രണ്ടും സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, സോ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റൈറ്റ്. സോ Sn is equal to 4n, okay, 4n minus n square, S1 which is also equal to A1 first term, രണ്ടും ഈക്വൽ തന്നെ. സോ ഇവിടെ n ന് 1 കൊടുത്തു കഴിഞ്ഞാൽ 4 minus 1 which is equal to 3. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ്റെ അകത്ത് ഇപ്പോൾ ഈ 3 എന്ന് കിട്ടിയത് എന്താണ്? സം ഓഫ് ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം തന്നെയാണ്. ഇനി ഈ ഇക്വേഷൻ്റെ അകത്ത് S2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വിചാരിച്ചോ, n ന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് S2 കാൽക്കുലേറ്റ് ചെയ്യാൻ വിചാരിച്ചോ. സോ S2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി കിട്ടുന്നത് ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം ആണ് അല്ലെ. A1 പ്ലസ് A2 ആണ്. S2 എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് 2 ടേം. സോ സം ഓഫ് 2 ടേം മീൻസ് ഇറ്റ് ഇസ് ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം. സോ S2 മീൻസ് A1 പ്ലസ് A2. റൈറ്റ്. സോ S2 എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. S2 is equal to എത്ര വരാം? ഇതിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 4 into 2 8 minus 2 square. So 8 minus 2 square 8 minus 4 which is equal to 4. So S2 നമുക്ക് കിട്ടുന്നത് 4 ആണ്. ഈ 4 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം ആണെന്ന് വിചാരിക്കരുത്. ആസ് ഐ ടോൾഡ് യു S2 is equal to A1 plus A2. സോ ഫസ്റ്റ് ടേമിന്റെയും സെക്കൻഡ് ടേമിന്റെയും കൂടി സം ആണിത്. ക്ലിയർ?
അങ്ങനെയാണെങ്കിൽ ഇത് ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം ആണ്. അപ്പോൾ ഇതിന്റെ അകത്ത് സെക്കൻഡ് ടേം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതിയല്ലോ അല്ലേ. ഇഫ് a1 plus a2 is equal to s2 then a2 is equal to s2 minus a1, റൈറ്റ്. സോ അത് വെച്ചിട്ട് നമുക്കിത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ we can say a2 is equal to 4 minus 3 is equal to 1. So second term 1 ആണ്. So first term is 3, second term is 1. 3 and 1. So AP the first term second term കിട്ടി. അങ്ങനെയാണെങ്കിലുള്ള ഡിഫറൻസ് -2 ആണ്. കോമൺ ഡിഫറൻസ് d is equal to -2 കിട്ടും. കാരണം -2 ആണ്, 2 കുറഞ്ഞു വരികയാണ്. സോ -2 ആണ് കോമൺ ഡിഫറൻസ്. സോ നെക്സ്റ്റ് ടേം വിൽ ബി വീണ്ടും -2 വരും, 2 പിന്നെയും കുറയും. സോ -1. സോ ദിസ് ഇസ് ദ AP. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് -2 ആണ്, റൈറ്റ്. അപ്പോൾ ഇനി ഇതിൽ നിങ്ങൾ ഇനി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അഥവാ 1 മാർക്കിനൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പിലേക്ക് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോ, n സ്ക്വയറിന്റെ കോവിഷ്യന്റ് എന്താണോ അതിന്റെ ഡബിൾ ആണ് എപ്പോഴും കോമൺ ഡിഫറൻസ് വരാം. ഇവിടെ n സ്ക്വയറിന്റെ കോവിഷ്യന്റ് മൈനസ് ആണ്, മീൻസ് -1 ആണ്. ദാറ്റ് മീൻസ് ഡബിൾ ഓഫ് ദാറ്റ് -2. ഇവിടെ -2 കോമൺ ഡിഫറൻസ് വന്ന്. സോ കോമൺ ഡിഫറൻസ് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു ദ ഡബിൾ ഓഫ് ദ കോവിഷ്യന്റ് ഓഫ് n സ്ക്വയർ. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ജസ്റ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടേമും കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക എത്ര എളുപ്പമാണ് ഇത്. ജസ്റ്റ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ടേം 3 കിട്ടി. കോമൺ ഡിഫറൻസ് n സ്ക്വയറിന്റെ കോവിഷ്യന്റ് ഡബിൾ, അത് -2 ആണെന്ന് മനസ്സിലായി. സോ 3 1 -1 നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എഴുതി പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. സോ സിംപ്ലി നമുക്കിപ്പോൾ ഇതുവരെ AP-നെ പറ്റിയിട്ട് nth ടേമിനുള്ള ഫോർമുല അറിയാം, അതേപോലെ സം ഓഫ് n ടേംസിനുള്ള ഫോർമുല അറിയാം. 1-2 ക്വസ്റ്റ്യൻസും ചെയ്തു. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ NCERT-യിലെ കുറച്ച് ടഫർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ബോർഡ് എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഹോട്ട്സും ഒക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി കംപ്ലീറ്റ് ചെയ്തു. ഫുൾ ക്വസ്റ്റ്യൻ ആൻസർ വർക്ക്ഔട്ട് ആയിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവുക. നെക്സ്റ്റ് വീഡിയോയോട് കൂടി AP ചാപ്റ്റർ ഇസ് ഓവർ.